പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഈ സൂം മീറ്റിംഗിൽ സന്നിഹിതരായിരിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവജനങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് പ്രഭാതത്തിലെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, ആ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദ ഫുൾനെസ് ഓഫ് ദ ഫിൽഡ് വിത്ത് ദ ഗാഡ് എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ ദ ഫിൽഡ് വിത്ത് ദ ഫുൾനെസ് ഓഫ് ഗാഡ് എന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. ദൈവത്തിൻ്റെ എല്ലാ നിറവിലും നാം നിറഞ്ഞവരാകുക. സ്തോത്രം. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഈ ദിവസങ്ങളിലെ പഠനത്തിന് വേണ്ടി എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ പൗലോസിന്റെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എഫെസ്യ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലെ പൗലോസിന്റെ അതിപ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ 19-ാം വാക്യത്തിന്റെ അവസാനത്തിലെ പദമാണ് നമ്മുടെ ചിന്താവിഷയം. സ്തോത്രം. ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ എല്ലാ നിറവിലും നിറഞ്ഞു വരിക എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. നമ്മൾ ആ വിഷയത്തിൻ്റെ ചിന്തകൾക്കായി എന്താണ് ദൈവത്തിൻ്റെ എല്ലാ നിറവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിച്ചു. ആ എല്ലാ നിറവിലേക്കും നാം എത്തിച്ചേരണമെങ്കിൽ ആദ്യത്തെ 3 പ്രാർത്ഥനാ വിഷയങ്ങൾ നാം പഠിച്ച് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ നിറവിലേക്കും വന്ന് അതിൽ നിറയുവാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ പൗലോസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥനാ വിഷയമാണ് നമ്മൾ തൊട്ടത്. ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുക എന്നുള്ളതാണ്. സ്തോത്രം. അതിൽ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ശക്തിയുടെ സ്രോതസ് എന്താണ്? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ശക്തിയുടെ സ്രോതസ് പിതാവായ ദൈവമാണ്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ ശക്തിയുടെ മുഖാന്തരം എന്താണ് എന്നുള്ളതാണ്. നാളെ നമ്മൾ ചിന്തിക്കും ശക്തിപ്പെടേണ്ട മേഖല ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ശക്തിയുടെ മുഖാന്തരം എന്താണ്. ദൈവത്തിൻ്റെ എല്ലാ നിറവിലും നാം നിറഞ്ഞു വരണമെങ്കിൽ, സ്തോത്രം, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാനുള്ള മുഖാന്തരം എന്താണ്? അതാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. 16-ാം വാക്യത്തിൽ തന്നെ അത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നതിൻ്റെ മുഖാന്തരം അവൻ്റെ ആത്മാവിനാലാണ്. തൃത്വത്തിൽ 3-മനായ പരിശുദ്ധാത്മാവിനാലാണ്. സ്തോത്രം. അപ്പോൾ ബാഹ്യമായ ഒരു ശക്തിപ്പെടലായിരുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സോഴ്സുകൾ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ശക്തിപ്പെടലിന് മുഖാന്തരമായിരിക്കുന്നത് പിതാവ് തൻ്റെ ശക്തിയുടെ സ്രോതസ് കൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത്, അതിന് മുഖാന്തരമായി ഉപയോഗിക്കുന്നത് തൻ്റെ ആത്മാവെന്ന സാക്ഷാൽ ആളത്വത്തിൽ 3-മനായ പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാവിലെ ആ ആത്മാവുമായിട്ടുള്ള ബന്ധം സുതാര്യമായെങ്കിൽ മാത്രമേ, ഒരു ആത്മാവുമായിട്ടുള്ള ഇൻറ്റിമസിയിലേക്ക്, ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ ഒരു ശക്തിപ്പെടൽ, ഒരു ശക്തീകരണം നടക്കൂ. കാരണം ആത്മാവിനാൽ ഉള്ള മുഖാന്തരമായിട്ട് മാത്രമാണ് പിതാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത്. സ്തോത്രം. ഓടിപ്പരട്ടെ. സ്തോത്രം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്,
സ്തോത്രം. ദൈവത്തിന്റെ ശക്തി സുഭിക്ഷമായിട്ടുണ്ട്, സുലഭമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ശക്തിയുടെ സ്രോതസ് സുലഭമായിട്ടുണ്ട്. എന്നാൽ സ്രോതസ് ദൈവത്തിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ, ആ ശക്തിയുടെ സ്രോതസ് ദൈവത്തിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ, ആ സ്രോതസ് നമ്മിൽ കൊണ്ട് എത്തിക്കുന്നയാളാണ് ആര്? സാക്ഷാൽ പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഇതിപ്പം ഈ ഒരു ശക്തിയുടെ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും നമ്മിൽ അപ്ലൈ ചെയ്യുന്ന ആള് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയത് യേശുക്രിസ്തുവാണ്. എവിടെയാ? ക്രൂശിൽ. ഗലാത്യ ലേഖനം പറയുന്നു, ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ. ഗലാത്യർ 5-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. നിങ്ങൾ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന് അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. ഗലാത്യർ 5:1. ക്രിസ്തു നമുക്ക് കാൽവറിയിൽ തൻ്റെ ശരീരം തകർത്ത് ചോര ഊറ്റിക്കൊടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. പക്ഷേ ക്രിസ്തു ശാപത്തിന്മേലും പാപത്തിന്മേലും രോഗത്തിന്മേലുമൊക്കെയായി ക്രൂശിലൂടെ നമുക്ക് വരുത്തിയ ആ സ്വാതന്ത്ര്യത്തെ നമ്മിൽ കൊണ്ട് എത്തിക്കുന്ന മുഖാന്തരം അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് കൃപായുഗമായതുകൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ കൃത്യമായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയൂ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവശക്തിയുടെ സ്രോതസ് അനുഭവിച്ച് അതുവഴി നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന മുഖാന്തരത്തിലൂടെ കഴിയൂ. ആത്മാവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശക്തീകരണം ഇന്ന് ഒരു കാരണവശാലും നടക്കുന്ന വിഷയമല്ല. അത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്കിന്ന് പകലത്തെ ഈ സെക്ഷനിൽ പരിശുദ്ധാത്മാവുമായുള്ള നമ്മുടെ ബന്ധത്തെ ഒന്ന് ഉറപ്പിക്കുന്ന പ്രഭാതമാകണം. സ്തോത്രം. ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഒന്നുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രഭാതമാകട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ഈ ശക്തീകരണവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ്, സ്തോത്രം, അപ്പോസ്തലപ്രവൃത്തി 1-ാം-അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞത്? അപ്പോസ്തലപ്രവൃത്തിയുടെ കീ വേർഡാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ കീ വേർഡാണ് 1:8. യേശു സ്വർഗാരോഹണത്തിന് മുമ്പ് പറഞ്ഞ വാക്മൊഴി ആയതുകൊണ്ട് കുറച്ചുകൂടെ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. സ്തോത്രം. എന്താണ് അതിൻ്റെ അർത്ഥം? സ്തോത്രം. ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ശിഷ്യന്മാർ സാക്ഷികളാകുന്ന വിഷയത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം-അധ്യായം വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, യേശു തൻ്റെ ശിഷ്യന്മാരുടെ മേൽ ഊതി അവർക്ക് ആത്മാവിനെ കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം-അധ്യായത്തിൽ നിങ്ങൾക്ക് 22-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ 20:22. അപ്പോൾ ആദ്യമായി പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചത് അവിടെയാണ്, മാളികമുറിയിലല്ല, ഒലുമലയുടെ അത് സ്വർഗാരോഹണ സമയത്തല്ല. പിന്നെ എപ്പോഴാണ്? യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് തന്നെ പ്രത്യക്ഷനായി കാണിക്കുന്ന സമയത്താണ് യേശു ഊതി അവരുടെ മേൽ ആത്മാവിനെ കൊടുക്കുന്നത്. റിസീവ് ദ ഹോളി ഹോസ്റ്റ് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ആത്മാവിനെ ലഭിച്ച ശിഷ്യന്മാരോട് സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് കർത്താവ് അപ്പോസ്തലപ്രവൃത്തിയുടെ കീവേഡായിട്ട് പറയുക, ഞാൻ നിങ്ങൾക്ക് ആത്മാവിനെ ഊതി തന്നു എന്ന് കരുതി നിങ്ങൾ ചാടി മിനിസ്ട്രിക്ക് ഇറങ്ങരുത്, സാക്ഷിയാകാൻ പോകരുത്. പിന്നെ മിനിസ്ട്രിക്ക് ഇറങ്ങണമെങ്കിൽ, മിഷൻ ഫീൽഡിൽ ഇറങ്ങണമെങ്കിൽ, സാക്ഷിയാകണമെങ്കിൽ നിങ്ങൾക്കൊരു ശക്തീകരണം ആവശ്യമാണ്. ഊതി നൽകി തന്ന ആത്മാവ് പോരാ, നിങ്ങൾക്കൊരു ശക്തീകരണം ആവശ്യമാണ്. സ്തോത്രം. ആ ശക്തീകരണം പ്രാപിച്ചവന് മാത്രമേ സാക്ഷിയായി നിൽക്കാൻ കഴിയൂ. ആ ശക്തീകരണം പ്രാപിച്ചവന് മാത്രമേ ശുശ്രൂഷയിൽ ഇറങ്ങുവാനും ശുശ്രൂഷയിൽ ശക്തിപ്പെടുവാനും ശോഭിക്കാനും കഴിയൂ. അങ്ങനെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ശക്തിപ്പെടുത്താൻ അവൻ നമ്മുടെ നടുവിൽ പ്രസന്റ് ആയിട്ടുണ്ട്. അവൻ്റെ പേരാണ് ഓൾമൈറ്റി ഹോളി സ്പിരിറ്റ്. സ്തോത്രം. നോക്കവൻ സർവ ശക്തനാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത് നിങ്ങൾ ഈ സുവിശേഷങ്ങൾ വായിച്ചാൽ
മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷങ്ങളുടെ അവസാന അധ്യായങ്ങളിലെ അവസാന ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ, സ്തോത്രം, ശിഷ്യന്മാരുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം അവരുടെ ഗുരുനാഥൻ ക്രൂശിക്കപ്പെട്ടത് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി യഹൂദന്മാർക്ക് ശിഷ്യന്മാരെ എന്തു വേണം ചെയ്യാം, നാഥനില്ലാത്തൊരു കളരി പോലെ അവരിയ്ക്കുക. സ്തോത്രം. അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ പേടിച്ച് ഭയപരവശരായി ഇവരെല്ലാവരും ഒരു റൂമുകൾക്കകത്തു നിന്നൊക്കെ വെളിയിൽ ഇറങ്ങാതിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് ശിഷ്യന്മാർ പോകുന്നത്. സ്തോത്രം. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് ശിഷ്യന്മാർ ഇപ്പോൾ പോകുന്നത്. സ്തോത്രം. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, സ്തോത്രം, ഈ അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സുവിശേഷങ്ങളുടെ അവസാനം യഹൂദന്മാരെ ഭയന്ന് റൂമുകൾക്കകത്ത് ഒളിച്ചിരുന്ന് എല്ലാം അവസാനിച്ചതുപോലെ ഇതേ ശിഷ്യന്മാർ അപ്പോസ്തലപ്രവൃത്തി 1, അപ്പോസ്തലപ്രവൃത്തി 2, അപ്പോസ്തലപ്രവൃത്തി 3 ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അസാധാരണകരമായ ശുശ്രൂഷകരായി അവർ എഴുന്നേൽക്കാൻ വേണ്ടി തുടങ്ങി. സ്തോത്രം. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ, കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വരെ, കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വരെ പുറത്തിറങ്ങാൻ പോലും പയ്യാതെ ഭയപ്പെട്ട് അത് ഭീതി ജനിപ്പിക്കുന്ന അവസ്ഥയിൽ റൂമുകൾക്കകത്ത് ഇരുന്ന ഈ ശിഷ്യന്മാർ, എങ്ങനെയാണ് ഈ ശിഷ്യന്മാർ ഇപ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അസാധാരണക്കാരായ ശുശ്രൂഷകരായി ഇവർ തീർന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം മാളിക മുറിയിൽ അനുഭവിച്ചു. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഉള്ളിലെ ഭയത്തെയും ഭീരുത്വത്തെയും ജയിച്ച് നിന്റെ സാഹചര്യങ്ങളെ ഓവർകം ചെയ്തുകൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അസാധാരണകരമായ തേജസ്സിന്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് രാവിലെ ചിലരെ ശക്തിപ്പെടുത്തുവാൻ അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഈ രാവിലെ പരിശുദ്ധാത്മാവുമായി നിങ്ങൾ ബന്ധപ്പെടുവാൻ തയ്യാറായാൽ ഒരു അസാധാരണകരമായ ശക്തീകരണം നിങ്ങളിൽ പകരാൻ എൻ്റെ ദൈവം ശക്തനാണ്. സ്തോത്രം. അതൊരു സാധാരണ ശക്തീകരണമല്ല. സ്തോത്രം. യഹൂദന്മാരെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യഹൂദന്മാരുടെ വിരോധം അവർക്കെതിരെ ഉള്ളപ്പോൾ തന്നെ ആ വിരോധത്തെ വകവെക്കാതെ അവർ ദേവാലയത്തിന്റെ മുന്നിലും തെരുക്കോണിലും നിന്ന് വിലക്കുകൾ മറികടന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് ധൈര്യമായി പ്രസംഗിക്കുമ്പോൾ ഈ ബോൾനെസ്, ഈ ധൈര്യം പത്രോസിനും യോഹന്നാനും ആദിയായ ശിഷ്യന്മാർക്കും എവിടുന്ന് ലഭിച്ചു? പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണത്തിലൂടെ ലഭിച്ചു. ഇന്ന് രാവിലെ സമയം കർത്താവിനോട് പറഞ്ഞു, നിനക്ക് വിരോധികൾ പലരും ഉണ്ടായേക്കാം, വിലക്കുകൾ പലതും ഉണ്ടാകാം, പക്ഷേ ഇതിനെയൊക്കെ പൊട്ടിച്ചുകൊണ്ട് നീ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിന്റെ മേലൊരു അസാധാരണ ശക്തീകരണം ദൈവാത്മാവ് ഇന്ന് രാവിലെ പകരാൻ പോകുകയാണ്. സ്തോത്രം. നോക്കുക, ആ ശക്തീകരണമാണ് നമുക്ക് ഇന്ന് രാവിലെ ആവശ്യം. സ്തോത്രം. അതെ, അങ്ങനെ നമ്മെ പിതാവിന്റെ കയ്യിലുള്ള ശക്തിയുടെ സ്രോതസ്സിൽ നിന്ന് നമ്മെ ശക്തീകരിക്കുന്ന അത് ഒരു ഏജന്റ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നറിയത്തില്ല. ഹീസ് ദ ഏജൻസി എന്ന ഒരു പദം ഞാൻ ഉപയോഗിക്കുകയാണ്. അതേ നിലവാരത്തിൽ മുഖാന്തരമായി അവൻ ഇന്ന് നമ്മുടെ നടുവിൽ ഉണ്ട്. അവൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മടങ്ങി വരട്ടെ. എഫേസ്യ ലേഖനം നിങ്ങൾ പഠിച്ചാൽ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എഫേസ്യ ലേഖനത്തിലെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതിയിട്ട് നിങ്ങൾ എഫേസ്യ ലേഖനം ഒന്ന് വായിച്ചു നോക്കണം. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചിന്തകൾ എഫേസ്യ ലേഖനത്തിനകത്ത് കിടക്കുകയാണ്. സ്തോത്രം. എനിക്ക് തോന്നുന്നു ആ ചിന്തകൾ 6 അധ്യായങ്ങളിലായി 12ഓളം പ്രാവശ്യം ഏകദേശം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിന്റെ 6 അധ്യായങ്ങളാണുള്ളത്. ഈ 6 അധ്യായം വായിച്ചാൽ 12ഓളം പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഡീപ്പായി പറയുന്നുണ്ട്. സ്തോത്രം. അതിൽ ഈ എഫേസ്യ ലേഖനത്തിന്റെ ആദ്യത്തെ ചില അധ്യായങ്ങൾ പരിശോധിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വ്യക്തിത്വം, ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്തോത്രം. എന്നാൽ എഫേസ്യ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് പരിശോധിച്ചാൽ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട പ്രായോഗിക വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രാക്ടിക്കൽ ലൈഫിനകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. ഇതുപോലെ ഒരു ഡീപ്പായ ഒരു പഠിപ്പീര് എന്ന് പറഞ്ഞാൽ ന്യൂമറ്റോളജി എന്ന പരിശുദ്ധാത്മ ശാസ്ത്രത്തിന്റെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും എഫേസ്യ ലേഖനത്തിനകത്തെ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൽ മാത്രം അടങ്ങിയിരിക്കുകയാണ്. സ്തോത്രം.
അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 12ഓളം പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 5-ാമത്തെ പരാമർശമാണ് ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്ന എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളില് 16-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത് 5-ാമത്തെ പരാമർശമാണ്. സ്തോത്രം. നോക്കുക, നമ്മൾ ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ എഫേസ്യ ലേഖനത്തിലെ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം, പ്രയോറിറ്റി അത്ര ഗൗരവമുള്ളതാണെന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ഒരു അസൈൻമെന്റ് ആയിട്ട് എടുത്ത് നിങ്ങളതൊന്ന് വായിച്ച് രേഖപ്പെടുത്തിയാൽ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളൊരു വലിയ ധാരണ എഫേസ്യ ലേഖനത്തിൽ ലഭിക്കും. സ്തോത്രം. അപ്പോൾ ആത്മാവ് മുഖാന്തരമാണ് പിതാവായ ദൈവം ഈ ശക്തി നമുക്ക് നൽകുന്നത്. സ്തോത്രം. ഇനി ഞാൻ അതിനെ ഒന്നുകൂടെ ഒന്ന് ഡീപ്പായിട്ട് കയറുകയാണ്. സ്തോത്രം. ആത്മാവിനാലാണ് ഈ ശക്തി നമ്മിൽ ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നത്? സ്തോത്രം. ആത്മാവിനാലാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ പിതാവായ ദൈവം ശക്തീകരിക്കുന്നത്. ആത്മാവാണ് മുഖാന്തരമായി നിന്നുകൊണ്ടാണ് പിതാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ പിതാവ് ശക്തീകരിക്കുന്നത്? സ്തോത്രം. അതിവിടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുവാൻ ഏതു നിലകളിലാണ്, സ്തോത്രം, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞ ഒരു വാക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഒക്കെ ഉണ്ട്. സ്തോത്രം. യേശു പരിശുദ്ധാത്മാവിനെ വിളിച്ചൊരു പേര് സത്യത്തിന്റെ ആത്മാവെന്നാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ക്വാളിറ്റിയിൽ ഒന്നാണ്. പരിശുദ്ധാത്മാവിന്റെ പേരുകളെല്ലാം അവന്റെ ക്വാളിറ്റി വെളിപ്പെടുത്തുന്ന പേരുകളാണ്. അപ്പോൾ സത്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നതിന് ശേഷം ചെയ്യാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ചില ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞ ഒരു പദം വളരെ ശ്രദ്ധേയമാണ്. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. അപ്പോൾ അതൊരു പ്രധാന വിഷയമാണ്. എന്താണ് പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്നത്? ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന്. അതിന് എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അത് സഭയ്ക്കകത്താണോ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിന്റെ കാരണം, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം വായിച്ചാൽ 16-ാം അധ്യായത്തിലാണ് ഈ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാ? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ് അത് പറയുന്നത്. പക്ഷെ അവിടെ പറയുമ്പോൾ ഒരു കാര്യം കർത്താവ് എടുത്തു പറഞ്ഞു. സ്തോത്രം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. സഭയ്ക്ക് ബോധം വരുത്തുമെന്നല്ല, രക്ഷിക്കപ്പെട്ടവർക്ക് ബോധം വരുത്തുമെന്നല്ല, പിന്നെ ആർക്ക്? ലോകത്തിന് ബോധം വരുത്തും. അങ്ങനെ ബോധം വരുത്തിയത് കൊണ്ടാണ് നമ്മൾ സഭയ്ക്കകത്ത് വന്നത്. സ്തോത്രം. നാം ലോകത്തിലായിരുന്നപ്പോൾ നമുക്ക് ആ ബോധം വരുത്തിയത് കൊണ്ടാണ് നമ്മൾ സഭയ്ക്കകത്ത് വന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ൽ 3000 പേരുടെ ഉള്ളത്തിൽ പത്രോസിന്റെ അധരങ്ങൾ നടന്നു വീണ വചനം എടുത്തുകൊണ്ട് പോയി ആ 3000 പേരുടെ ഉള്ളത്തിലെ വചനം കൊണ്ട് കുത്തി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം അവർക്ക് കൊടുത്തത് കൊണ്ടാണ് അവർ യേശുക്രിസ്തുവിലേക്ക് നടത്തപ്പെട്ടത്. അപ്പോൾ ഈ ശുശ്രൂഷ ഇന്ന് ചെയ്യുന്നത് ലോകത്തിലാണ്. സ്തോത്രം. സഭയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ശുശ്രൂഷയാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. സ്തോത്രം. അവൻ വന്ന് സകല സത്യത്തിലും വഴി നടത്തും. 14-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ ശുശ്രൂഷയെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് വന്നിട്ട് ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. 16-ാം അധ്യായത്തിലും യേശു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ 16-ാം അധ്യായം, ഞാൻ പറഞ്ഞ വിഷയം കിടക്കുന്ന 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇന്നത്തെ ജോലി എന്താണ്? അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. സ്തോത്രം. തർക്കമില്ല.
എന്നാൽ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം അവിടെയുണ്ട്. എന്താണ് ഈ സത്യമെന്ന് പറയുന്നത്? വാട്ട് യു മീൻ ദ ട്രൂത്ത്? പരിശുദ്ധാത്മാവ് വന്ന് എന്താണ് നമ്മളെ ചെയ്യുന്നത്? സകല സത്യത്തിലും വഴി നടത്തും. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും അവിടെ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സത്യം എന്ന് പറയുന്നത്? സ്തോത്രം. അതിന്റെ മറുപടി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. എന്താണ് സത്യം എന്നുള്ളത്? 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയെ രേഖപ്പെടുത്തിയ അധ്യായമാണ്. അവിടെ 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വാചകം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം സത്യമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സ്തോത്രം. എന്താണ് സത്യം? സത്യം എന്ന് പറഞ്ഞാൽ അത് വചനമാണ്. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ വന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒറ്റ അർത്ഥമേ ഉള്ളൂ. സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിന്റെ ഉപദേശങ്ങളിലൂടെ നമ്മളെ വഴി നടത്തും. ഇന്ന് പലയിടങ്ങളിലും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നു, അവിടെ വചനമില്ല, അവിടെ വേറെ എന്തൊക്കെയോ ശബ്ദകോലാഹലങ്ങളാണുള്ളത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വരുമ്പോൾ അവന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷയിൽ ഒന്ന്, അവൻ വചനമെന്ന സത്യത്തിനകത്തൂടെ, വചനമെന്ന ഉപദേശങ്ങൾക്കകത്തൂടെ അവൻ നമ്മെ വഴി നടത്തുകയാണ് അവന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നു, പരിശുദ്ധാത്മാവും വചനവുമായിട്ടുള്ള കണക്ഷൻ, പരിശുദ്ധാത്മാവും വചനവും തമ്മിലുള്ള ബന്ധം. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് ആ ഭാഗത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയട്ടെ. സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിന്റെ സത്യങ്ങളിലേക്ക്, ഉപദേശങ്ങളിലേക്ക്, ആ വചനത്തിന്റെ പഠിപ്പിക്കലുകളിലേക്ക്, അതിന്റെ മനോഹാരിതയിലേക്ക് നമ്മെ നയിക്കുന്നത്, നമ്മെ നടത്തുന്നത് സ്തോത്രം പരിശുദ്ധാത്മാവാകുന്ന. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു വചനം മനസ്സിലാകണമെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാകത്തില്ല. കാരണം ആ വചനം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് പൊരുൾ തിരിച്ചു തരണം. ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് നിങ്ങളുടെ കണ്ണുകൾ തുറക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണം. അതാണ് പരിശുദ്ധാത്മാവും വചനവും തമ്മിലുള്ള ബന്ധം. അതാണ് പരിശുദ്ധാത്മാവും വചനവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ആഴം. സ്തോത്രം. ഒരു കാര്യം കൂടെ ഓർക്കുകയാണ്, അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുകയാണ് പരിശുദ്ധാത്മാവ്. അത് അല്പബുദ്ധിയെ നിങ്ങൾക്കുള്ളെങ്കിലും നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകി നിങ്ങളെ ആ വചനത്തിന്റെ സത്യത്തിലൂടെ വഴി നടത്തുകയാണ്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് രണ്ടും നമ്മുടെ ഉള്ളിലാണുള്ളത്. സ്തോത്രം. ഏത്? അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അകത്ത് വെളിപ്പെടുന്ന വചനത്തിലൂടെയാണ്. സ്തോത്രം. ഒരു വേദഭാഗം, ആ ഭാഗത്തെക്കുറിച്ച് എനിക്കൊന്ന് ഉദ്ധരിക്കാനുണ്ടെങ്കിൽ അതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാം. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ഒരു പരാമർശം. അപ്പോൾ പരിശുദ്ധാത്മാവിന് വചനം വിട്ടൊരു കാര്യമില്ല എന്നുള്ളത് വ്യക്തമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെയാണ് നമ്മെ ആ സകല സത്യങ്ങളിലുമായി വഴി നടത്തുന്നത്. വചനം എന്ന സത്യത്തിലൂടെയാണ് വഴി നടത്തുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. ഇതേ വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വചനമില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തീകരണം ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്നത് വചനത്തിലൂടെയാണ്. സ്തോത്രം. വചനമില്ലാത്ത ഇടത്ത് പരിശുദ്ധാത്മാവിന് നമ്മെ ശക്തീകരിക്കാൻ കഴിയില്ല. സ്തോത്രം.
5 മിനിറ്റത്തെ ഒരു മീറ്റിംഗ് ആണെങ്കിലും അതിലൊരു വാക്യമെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. സ്തോത്രം. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ, കറിക്കരിയുമ്പോൾ, മുറ്റത്തൂടെ നടക്കുമ്പോൾ, ഓഫീസിലിരിക്കുമ്പോൾ, ചില വാക്യങ്ങൾ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ ശക്തീകരിക്കും. അവൻ ഇന്ന് ശക്തീകരിക്കുന്നത്, അവൻ ഇന്ന് പിതാവിൻ്റെ ശക്തിയുടെ സ്രോതസ്സായി നിന്ന്, അതേ മുഖാന്തരമായി നിന്ന് നമ്മുടെ അകത്തെ മനുഷ്യനെ അവൻ ശക്തീകരിക്കുന്നത് വചനത്തിലൂടെയാണ് ശക്തീകരിക്കുന്നത്. അതിന് വേറെ ഒരു കുറുക്ക് വഴികളുമില്ല. സ്തോത്രം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എന്ന് വായിച്ച 20-ാം അധ്യായം ചില കാര്യങ്ങൾ നോക്കട്ടെ, നിങ്ങൾ നോക്കിപ്പോണതിൻ്റെ കൂടെ. 20-ാം അധ്യായം. കർത്താവായ യേശു ക്രിസ്തു അത് സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് പറഞ്ഞത്. ആ സത്യം വചനമാണെന്ന് നമ്മൾ കണ്ടു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ, സ്തോത്രം, മിലത്തോസിലേക്ക് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പൗലോസ് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. 17-ാമത്തെ വാക്യം മുതലാണ് ആ സ്റ്റേറ്റ്മെന്റ് കാണുന്നത്. നമ്മൾ അതിന്റെ 20-ാം വാക്യം വായിക്കുകയാണ്. 20-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. സ്വതന്ത്രം 20-ാം വാക്യമല്ല, 32-ാം വാക്യം. 20-ാം അധ്യായം 32-ാം വാക്യം. സ്തോത്രം. എഫെസോസിൽ എങ്ങനെയാണ് താൻ ഇന്നലകളിൽ വചന ശുശ്രൂഷ നടത്തിയെന്നുള്ളതാണ് പൗലോസ് ഇവിടെ എഫെസോസിലെ മൂപ്പന്മാരോട് പറയുകയാണ്, മിലത്തോസിൽ വെച്ച്. സ്തോത്രം. എങ്ങനെയാണെന്ന് വായിച്ച് 32-ാം വാക്യം. നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇവിടെ വചനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താ? കൃപയുടെ വചനം. എന്ത് സ്വീറ്റാണ് നിങ്ങൾ നോക്കി. കൃപയുടെ വചനം, ദ വേർഡ് ഓഫ് ഹിസ് ഗ്രേസ്. കൃപയുടെ വചനം. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കി, ഈ കൃപയുടെ വചനം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആത്മീക വർധനവുണ്ടാകും, നിങ്ങൾക്ക് ആത്മീക വളർച്ചയുണ്ടാകും, നിങ്ങൾ ആത്മീകമായി ശക്തിപ്പെടും, നിങ്ങൾ ആത്മീകമായി പുഷ്ടിപ്പെടും. സ്തോത്രം. നിങ്ങൾ ആത്മീകമായി വർദ്ധിക്കും. അതിനെന്ത് അത്യാവശ്യമാണ്? കൃപയുടെ വചനം അത്യാവശ്യമാണ്. സ്തോത്രം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ പറയാം. സ്തോത്രം. ഈ കൃപയുടെ വചനം മുഖാന്തരം നിങ്ങൾക്കൊരു വർധന ഉണ്ടാകണമെങ്കിൽ, ചിലർ പറയുന്നത് വേദോത്സവം വായിക്കത്തില്ല, വചനമായിട്ട് ബന്ധമില്ല, ആത്മീക വർധനവും ഇല്ലെന്നാ പറയുന്നത്. എങ്ങനെ ആത്മീക വർധന ഉണ്ടാവും? ചിലർ പറഞ്ഞ് എന്നെ കൈത്താങ്ങാൻ ആരുമില്ല. ഇവിടെ ആര് കൈത്താങ്ങിയാലും വചനമില്ലെങ്കിൽ കാര്യമില്ല. സ്തോത്രം. റെഗുലറായിട്ട് ബൈബിൾ വായിക്കത്തില്ല, അപ്പൊ സമയമില്ല, ബിസിയല്ലേ. സ്തോത്രം. നിനക്കൊരിക്കലും ശക്തിപ്പെടലുണ്ടാകുകയില്ല, ശക്തീകരണം ഉണ്ടാകത്തില്ല. ഒരാത്മീക ശക്തീകരണം, വർധനവ്, പുഷ്ടിപ്പെടൽ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൃപയുടെ വചനത്തിലൂടെയാണ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. കൃപയുടെ വചനം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ കഴിയൂ. കൃപയുടെ വചനം ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നിങ്ങളെ ആത്മീകമായി വർദ്ധിപ്പിക്കാനും പുഷ്ടിപ്പെടുത്താനും കഴിയുകയുള്ളൂ. സ്തോത്രം. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വീട്ടിലെ ഷെൽഫിൽ മാത്രം ഇരിക്കുന്ന, തലയണക്കീഴി മാത്രം ഇരിക്കുന്ന ഒന്നായിട്ടിരിക്കുകയാണ്. നിങ്ങളെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് കഴിയില്ല. ഐ ആം സോറി. സ്തോത്രം. പിന്നെ ഈ വചനം എവിടെ ഇരിക്കണം? വായിച്ചേ കൊലോസ്യ ലേഖനം അതേ 3-ാം അധ്യായത്തിലേക്ക് വന്നേ. വചനം എവിടെയാണ് ഇരിക്കേണ്ടത്? സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. കൊലോസ്യർ 3:16. സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെയുള്ളൊരു പരാമർശമാണ് ഇവിടെ കാണുന്നത്. കൊലോസ്യർ 3:16. എന്നാൽ അവിടെ പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യാസം ഇവിടെയുണ്ട്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും. ഇത്രയും അവിടെ പറയുന്നുണ്ട് എഫേസ്യ ലേഖനം 5. പക്ഷെ ഇത് വാക്യഭാഗം ഇവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. ഹൃദയത്തിൽ ദൈവത്തിന് പാടി എന്നിട്ട് പറയാണ് അടുത്തത്, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനങ്ങളോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം എവിടെ വസിക്കണമെന്നാണ് പറഞ്ഞത്? ഷെൽഫിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞത്? അതോ ടീപ്പോട്ട് അടി വെച്ചേക്കണമെന്നാണ് പറഞ്ഞത്? അതോ തലയണക്കീഴ് വെക്കണമെന്നാണ് പറഞ്ഞത്? ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിനുള്ള പാട്ടായി
നിങ്ങളിൽ വസിക്കണം. ഇന്നത്തെ ചില ആളുകളുടെ പാട്ടെടുത്തൊക്കെ കണ്ട ചിരി വരും. കാരണം കാമുകനും കാമുകിയും തമ്മിൽ സംസാരിക്കുന്നതല്ല പാട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് പാട്ട് വരേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടി, ഹൃദയത്തിൽ നിന്നാണ് പാടേണ്ടത്. നാവ് കൊണ്ടും തൊണ്ടയും കൊണ്ടും പാടാനല്ല ബൈബിൾ പറയുന്നത്. ഹൃദയത്തിൽ നിന്ന്. ചിലരുടെ പാട്ട് കേട്ടാലേ അറിയാം ഇന്ന് കൊയറിലെ ആളായി പോയാലും പാടേണ്ടത് കൊണ്ട് അങ്ങ് പാടുക. ഹൃദയത്തിൽ നിന്നുള്ള പാട്ടല്ലെന്നത്. അതവൻ നാവ് കൊണ്ട് പാടുന്ന പാട്ടാ, തൊണ്ട കൊണ്ട്. പാട്ട് സഭയ്ക്കകത്ത് പാടേണ്ട പാട്ട് ഹൃദയത്തിൽ നിന്ന് പാടണം. ആ പാട്ടേ കർത്താവ് സ്വീകരിക്കത്തുള്ളൂ. ഇനി ആ പാട്ട് എങ്ങനെയാ ഉണ്ടാകേണ്ടത്? ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി വസിക്കണം. അപ്പൊ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് കർത്താവിന് പാട്ട് വെളിപ്പെടേണ്ടത്. അപ്പം എന്താ സങ്കീർത്തനം പറയുന്നത്? 40-ാം സങ്കീർത്തനമാണെന്ന് എൻ്റെ ഓർമ്മ. ഇനി എൻ്റെ ഓർമ്മക്കെടാനെ ക്ഷമിക്കണം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. 40-ാം സങ്കീർത്തനം 40 അല്ല, സ്തോത്രം. സങ്കീർത്തനക്കാരൻ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. സ്തോത്രം. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന്, 45-ാം സങ്കീർത്തന 1-ാം വാക്യം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ. അവിടെ 3 പദങ്ങളാണ് പറയുന്നത്. 1 ഹൃദയം, 2 കൃതി, 3 എഴുത്തുകോൽ. കൃതി എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ശുഭവചനം കൊണ്ട് നിറയുക. അപ്പൊ ഹൃദയത്തിൽ വചനം നിറഞ്ഞപ്പോൾ ഞാനൊരു കൃതി എഴുതി. ആ കൃതി എഴുതിയത് എൻ്റെ നാവിലൂടെ സമർത്ഥനായ ലേഖകൻ എഴുത്തുകൾ പോലെ പുറത്തു വന്നു. അപ്പോൾ പാട്ട് വരേണ്ടത് എങ്ങനെ? വചനത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ വസിക്കുന്ന ഐശ്വര്യമായി ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നാണ് എന്ത് വരേണ്ടത്? പാട്ട് വരേണ്ടത്. ഏതു പാട്ട് നിങ്ങൾ വായിച്ചാലും ആ പാട്ടിനകത്ത്, അതിന്റെ വരികൾക്കകത്ത് വചനമായിരിക്കണം. വചനത്തിൽ നിന്നായിരിക്കണം പാട്ട് വരേണ്ടത്. ഇനി 2, ഏത് പാട്ടും എടുത്താലും ആ പാട്ടിനകത്ത് ദൈവത്തിനുള്ള സ്തുതിയായിരിക്കണം. ദൈവത്തിനുള്ള സ്തുതി. സങ്കീർത്തനം 33 2-ാം വാക്യം എന്താ പറയുന്നത്? കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. അപ്പൊ പാടേണ്ടതിനകത്ത് എന്താ വേണ്ടത്? സ്തുതിയാണ് പാടേണ്ടത്. സ്തോത്രം. അപ്പം ഒരു കാര്യം വ്യക്തമായി, വചനം ഷെൽഫിനകത്തിരിക്കാനല്ല, വചനം തലയണക്കീടെ വെക്കാനല്ല. പിന്നെ ഇവിടെ പറയുന്നത് എന്താ? വചനം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. എനിക്ക് ആ ഭാഗം വളരെ സന്തോഷമുള്ള ഭാഗമാണ്. കാരണം സ്തോത്രം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്രോതസ്സായ ശക്തി കൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, നിങ്ങളുടെ ഉള്ളിൽ വചനം വസിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവും വസിക്കുന്നു. ഇത് രണ്ടും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന വചനത്തെ പരിശുദ്ധാത്മാവ് ഓപ്പറേറ്റ് ചെയ്ത്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന വചനം കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തും. ഉള്ളിൽ വചനമില്ലാത്ത ഒരാളെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് കഴിയില്ല. ഐ എം സോറി. അപ്പോൾ ഒരു ശുശ്രൂഷയിലെ ആ വചനത്തിന്റെ പ്രാധാന്യം എത്ര വലുതായിരിക്കണം നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് ഈ ഭാഗമൊക്കെ പറയുമ്പോഴായി പുതിയ സഭകളോടൊന്നും വലിയ താല്പര്യമില്ലാത്തത്. കാരണം 2 മണിക്കൂറുണ്ടെങ്കിൽ 1.25 മണിക്കൂറും ആരാധനയാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നുണ്ട്. സ്തോത്രം. കാരണം എല്ലാം ആരാധനയാണെന്ന് പറയാൻ കഴിയില്ല. മിന്നുന്നതെല്ലാം പൊന്നല്ലല്ലോ. ആരാധനയ്ക്കും ഒരു പ്രമാണമുണ്ട്. അതനുസരിച്ചു പോകുന്നതിനെ മാത്രമേ നമുക്ക് ആരാധന എന്ന് പറയാൻ കഴിയൂ. ഇതെൻ്റെ ഒരു വിമർശനമല്ല, അഭിപ്രായം മാത്രമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറയാം. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ വചനം വസിക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിലെ വചനത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആർക്കുമില്ലാത്ത പ്രതിസന്ധി വരുമ്പോൾ, ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങളിൽ നിങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ, സഹായിക്കാൻ ആരുമില്ലാതെ
മോട്ടിവേഷൻ ചെയ്യാൻ ഒരു മനുഷ്യനില്ലാതെ നിങ്ങളുടെ ഫോൺ എടുക്കാൻ പലരും ബുദ്ധിമുട്ടുന്ന ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വചനം വസിക്കുന്നുണ്ടെങ്കിൽ ആരുടെയും കെയർ ഓഫ് ഇല്ലാതെ ആ വചനം കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തും. ഇന്ന് രാവിലെ അങ്ങനെ ഒരു ശുശ്രൂഷ നിങ്ങളുടെ അകത്ത് നടക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയം വചനം കൊണ്ട് നിറയ്ക്കാം. നമ്മുടെ ഹൃദയം കൃപയുടെ വചനം കൊണ്ട് നിറയ്ക്കാം. നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ നിറയ്ക്കാം. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. സ്തോത്രം. എൻ്റെ ഇളയ കുഞ്ഞിന്റെ ഡെലിവറി സമയത്ത് ഒരു മനുഷ്യൻ എൻ്റെ കൂടിയില്ലായിരുന്നു. സ്തോത്രം. ചുമ്മാ ചെക്കപ്പിന് ചെന്നതാ. സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു കൊച്ചു മരിച്ചു കിടക്കാന്ന് പറഞ്ഞു. എന്തോ പ്രവാചകനാന്നേലും ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ ഞാൻ വന്നു. ഞാൻ പലരെയും ഫോണിൽ വിളിച്ചു, പല പാസ്റ്റർമാരും ഫോൺ എടുത്തില്ല. അറിയാവുന്ന പലരെയും വിളിച്ചാരും എടുത്തില്ല. എൻ്റെ വീട്ടിൽ വിളിച്ച് ഞാൻ പറഞ്ഞു, അവർ സാധുക്കളായ 2 അമ്മമാരുണ്ട്, അവരെന്ത് ചെയ്യാനാ? സ്തോത്രം. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞില്ല. ഡോക്ടർമാരുടെ മുഖത്ത് ചോരമയമില്ലായിരുന്നു. ഞാൻ അവളോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. 15 മിനിറ്റ് സമയം തരാം, അതിനകത്ത് സിസേറിയൻ ചെയ്താൽ ആള് രക്ഷപ്പെടും, അമ്മ രക്ഷപ്പെടും, കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനമായെന്നവർ പറഞ്ഞു. ഞാൻ എഗ്രിമെന്റ് അവർ തന്ന പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് ഇവരുടെ ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ മുന്നിൽ നിൽക്കരുതെന്ന്. പക്ഷെ ആരുമില്ല. ഞാൻ ആ നിലത്ത് മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് പറഞ്ഞു, ഇത്രയും വർഷമായി ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഓടുന്നു, പ്രസംഗിക്കുന്നു. ഞാൻ ഇന്ന് വരെ ഭൗതികമായൊരു നന്മ വേണം ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഞാൻ ഇന്നലകളിൽ ഓടിയതും പ്രസംഗിച്ചതും ചെയ്തതും നീ ഒന്ന് ഓർക്കണം. സ്തോത്രം. ഒറ്റ വാക്ക് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളത്തിനകത്ത് ചില വാക്യങ്ങൾ ശക്തമായി കയറി വന്നു. സ്തോത്രം. ആ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ശക്തിപ്പെട്ടു. സ്തോത്രം. പിന്നെ ഒരാളെ ഞാൻ വിളിക്കാൻ പോയില്ല. അപ്പോഴേ എൻ്റെ വീട്ടുകാർ പലരും വന്നു. അവിടെ ചില ആളുകളൊക്കെ കരയുന്നത് പോലൊക്കെ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ധൈര്യപ്പെട്ടിരിക്കുക, ഒന്നും സംഭവിക്കത്തില്ലെന്ന്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്തോത്രം. ആ ഡോക്ടർ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന്, ഡോക്ടർ സുശീൽ എന്ന് പറയും, അദ്ദേഹം ഇപ്പം മാതായിലെ ഡോക്ടറാണ്. ഇപ്പൊ അദ്ദേഹം അവിടുന്ന് മാറി തോന്നും. അദ്ദേഹം വന്നതിനോട് പറഞ്ഞ ആദ്യത്തെ പദം, ഹിന്ദുവാ, ആദ്യത്തെ പദം ബൈ ഗ്രേസ് ഓഫ് ഗാഡ്. കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞ് പുറത്തു വന്നത്. ഇപ്പോഴും ഞങ്ങളെ പീഡിയാട്രിക്കിൽ ചെല്ലുമ്പോൾ ആ ഡോക്ടർ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കും. അദ്ദേഹത്തിന്റെ അത്ഭുതമാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നീ എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത സമയത്ത്, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത സമയത്ത്, നിന്റെ ഫോൺ എടുക്കാൻ പലരും മടിക്കുന്ന സമയങ്ങളിൽ, ഓഫീസിനകത്ത് ഞരങ്ങുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, എന്തോ ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ, ദൈവത്തിന് മാത്രം നമ്മെ സഹായിക്കാൻ പറ്റുന്ന ചില അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. പക്ഷേ ആ സമയങ്ങൾക്കകത്ത് ആരുമില്ലെങ്കിലും ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തും. ഇന്ന് രാവിലെ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ മുഖാന്തരമായി നിൽക്കുന്ന പരിശുദ്ധാത്മാവും വചനവും കൂടെ നിന്റെ ഉള്ളിലൊന്ന് ഒന്നിക്കട്ടെ. ഒരു പർവ്വതം മുഴുവൻ കുലുങ്ങിയാലും, നദികൾ മുഴുവൻ ഇരച്ചു വന്നാലും നീ കുലുങ്ങിപ്പോകത്തില്ല. കാരണം നിന്റെ അകത്തെ വചനം കൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ വലിച്ചു കീറി ദൂരെ കളയുക. സ്തോത്രം. ഡോക്ടേഴ്സ് പറഞ്ഞ അഭിപ്രായങ്ങളോട് ഗുഡ് ബൈ പറയുക. അത് ഏതെല്ലാം കാര്യങ്ങൾ നിന്റെ അകത്തുണ്ടോ അതിനെ എടുത്ത് കളഞ്ഞിട്ട് പറ, എൻ്റെ അകത്തെ വചനം കൊണ്ട് പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തുകയാണ്, ഞാനിതിനെ ആത്മമണ്ഡലത്തിൽ ജയിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം കണ്ണുകളെല്ലാം അടയ്ക്കാം, തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. സാധാരണ ഞാനാണ് പ്രാർത്ഥിച്ചു വൈൻഡപ്പ് ചെയ്തത്. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ വചനം ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ 1 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ഭൂരിഭാഗം വചനം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അതാണ് കാരണം ലോകത്തിൽ ഒരു മനുഷ്യന്റെ ആത്മാവിനെ സ്കാൻ ചെയ്യുന്ന മിഷൻ ഇന്നുവരെ ഈ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രയും വളർച്ച സയൻസിന് വന്നിട്ടും സയൻസ് പരാജയപ്പെട്ടിട്ടുണ്ട് ആ ഭാഗത്ത്. പക്ഷെ ഒരു മനുഷ്യന്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും
അത് എന്ത് ചെയ്യുന്നത്? സ്കാൻ ചെയ്ത് അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കുന്നിടം വരെ തുളച്ചു കയറി ചെന്ന് അവിടെ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്ത് അത് വേർപിടിക്കേണ്ട ചിന്തകളെ വേർപിടിച്ച് അത് മുറിക്കേണ്ടതിനെ മുറിച്ച് കെട്ടേണ്ടതിനെ കെട്ടിയിട്ട് ഇറങ്ങി വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അതാണ് എഴുതപ്പെട്ട ലോഗോസ് എന്ന വചനം. സ്തോത്രം. അതാണ് യേശു ക്രിസ്തു എന്ന വചനം. ഇന്ന് രാവിലെ ആ വചനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം, ആ ശുഭവചനം കൊണ്ട്, കൃപയുടെ വചനം കൊണ്ട് നിങ്ങളുടെ ഉള്ളം നിറയട്ടെ. നിങ്ങളുടെ ഉള്ളം അത് നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, എടുക്കുമ്പോൾ എല്ലാം ഈ വചനം നിങ്ങളുടെ നാവിൽ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വാ പ്രസ്താവിക്കുന്നെങ്കിൽ ഉള്ളത്തിൽ നിറയുന്ന വചനം നാവിലൂടെ പുറത്തു വരട്ടെ. നെഗറ്റീവ് അന്തരീക്ഷത്തെ നോക്കി, സാധ്യതയില്ലാത്ത അന്തരീക്ഷത്തെ നോക്കി, പ്രതിസന്ധികളെ നോക്കി വചനം വിളിച്ചു പറയുക. യെബൂസ്യരുടെ കോട്ടയുടെ മുന്നിൽ നിന്ന് ഈ കോട്ടയ്ക്കകത്ത് എങ്ങനെ കയറുമെന്നറിയാതിരിക്കുന്ന ദാവീദ് കോട്ടയെ നോക്കി ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും എന്ന് പറഞ്ഞപ്പോൾ യോബാബ് വരെ അത്ഭുതപ്പെട്ടു പോയെങ്കിൽ ഇന്ന് പകൽ ആരോടൊക്കെയോ ഞാൻ പറയുന്നു, ചില കോട്ടകളെ കണ്ട്, ചില പ്രതിസന്ധികളെ കണ്ട് എങ്ങനെ ഓവർകം ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന ചില വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഉള്ളത്തിൽ നിറയുന്ന ആ വചനം കൊണ്ട് കോട്ടയെ ചാടിക്കിടക്കാൻ, ഉള്ളത്തിൽ നിറയുന്ന വചനം കൊണ്ട് കോട്ടയെ പൊളിക്കാൻ, നിങ്ങളുടെ അകത്തെ വചനം കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന മണിക്കൂറുകളാണിതെന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കാം. എല്ലാ തലകളും മടക്കി കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരാൻ, നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി നിൽക്കുന്നു. അതിന് നമ്മുടെ ഹൃദയത്തിൽ ശുഭവചനം നിറയട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, തലകളും അടക്കുമ്പം ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി വേഗം പ്രാർത്ഥിക്കാം, സമയം കളയാതെ. പ്ലീസ്. ഈ നല്ല പ്രഭാത സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയങ്ങൾ കേട്ട വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ ക്രിയ ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ അപ്പ. കർത്താവെ ഞങ്ങൾ തളർന്നു പോകുന്നവരല്ലപ്പ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ തളർന്നു പോകാതെ ഓടും, കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്നുള്ള കർത്താവെ തിരുവചനം പോലെ കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെയും കണ്ട് കർത്താവെ പതറിപ്പോകുവാനല്ലപ്പാ, അങ്ങയുടെ തിരുവചനത്തിൽ ശക്തിപ്പെട്ട് കർത്താവെ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഇനിയും മുന്നേറുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അപ്പ. കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. വിടുവിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ അപ്പ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരിലും അങ്ങ് പകരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിടുവിക്കണം, ശക്തീകരിക്കണമേ അപ്പ. കർത്താവെ ഈ പ്രഭാതത്തിലെ വചനങ്ങൾ കർത്താവെ ഈ ദിവസം മുഴുവനും കർത്താവെ വരുന്ന നാളുകളിൽ ഞങ്ങൾക്ക് കർത്താവെ ഒരു വെളിച്ചമായി തീരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായി മാത്രം തീരണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിന് പുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട വചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശു കൃഷ്ണ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും ഉണ്ടായിരിക്കും. ആറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു ആൾ. കർത്താവിന്റെ കൃപയിൽ കർത്താവ് നമ്മെ എല്ലാവരെയും മറയ്ക്കട്ടെ.